ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയും ചട്നിയും. ദക്ഷുവിന് ദോശ ഇഡ്ഡലിയൊക്കെയാണ് ഫേവറേറ്റ്. അപ്പം ഇന്ന് ദോശ നെയ്യിൽ നന്ന മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ദോശ ചുട്ട് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ ചായ ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയും ചമ്മന്തിയും കഴിക്കാം. പക്ഷെ നന്നായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കളിക്കാനൊക്കെ പോയി മുറ്റത്തൂടെയൊക്കെ കളിച്ച് റൗണ്ടൊക്കെ ഇട്ട് വന്ന് പിന്നെ വാവാവോ ഉറങ്ങിയിരിക്കും. പിന്നെ ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് വീട്ടിലുണ്ടായതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പല സ്ഥലത്തും പല പേരറിയാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു. ഷുഗർ കുറയ്ക്കുന്ന ചീര എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ അടുത്ത വീട്ടിൽ കുറേ ഉണ്ട്. അപ്പോൾ അവർ കഷ്ണം തന്നപ്പം കുഴിച്ചിട്ടതായിരുന്നു. പെട്ടെന്ന് തന്നെ ഉണ്ടായി. അപ്പോൾ അത് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അത് നമ്മുടെ മറ്റേ ചീര പോലെയല്ല, നല്ല രസമാണ്. ലക്ഷ്മണനും ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ചോറിന് ഉപ്പേരി അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ മുറിച്ച് അതിൻ്റെ ഇല മാത്രം എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു. അരിഞ്ഞ് ചെറിയതാക്കിയിട്ട് എന്താ വെച്ചാൽ മറ്റ് ചീരയുടെ പോലെയല്ല. മറ്റേ ചീര പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ. ഇതിന് കുറച്ച് വേവുണ്ട് മറ്റേ ചീരയേക്കാളും. അപ്പം കുറച്ച് സമയം ഒന്ന് വേവിക്കണം. ലക്ഷ്യം നല്ല ഉറക്കമാണ്. രാവിലത്തെ ചായ കുടിയും മുറ്റത്തു കൂടെയുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് അവനൊന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങണ സമയത്താണ് ബാക്കിയുള്ള പണികൾ ഞാൻ വേഗം തീർക്കുക. ഒരു ചെറിയ ഒച്ച കേട്ടാൽ മതി, അപ്പം അവ എഴുന്നേൽക്കും. പേടിച്ചുകൊണ്ടാണ്, ആരും വിളിക്കരുതേ, ഒരൊച്ച ഉണ്ടാവരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യാൻ വേണ്ടി വരിക. വളരെ നൈസായിട്ട് അരിയുന്നുണ്ട്. എൻ്റെ അച്ചമ്മയൊക്കെ ഉണ്ട്. അച്ചമ്മ ചീരയൊക്കെ നല്ല നർമ്മയായിട്ടാണ്. ചീര എന്തെങ്കിലും കഷ്ണങ്ങൾ അരിയാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചെറുതാക്കിയിട്ട് നീറ്റിലാണ് അരിയുക. അതേപോലെ ഞാനും ഒന്ന് ചെറുതാക്കി അരിഞ്ഞു നോക്കി. ഞാൻ അതിലേക്ക് കുറച്ച് വലിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചിലർ നമ്മളെ ചുവന്ന ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അത് വെളുത്തുള്ളി അങ്ങനെയൊക്കെ ചേർക്കും. ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത്. വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ രാഗി അതും ചേർക്കാമെന്ന് വിചാരിച്ചു. എനിക്കെല്ലാ ഉപ്പേരിക്കും തേങ്ങ രാഗിയതിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബേട്ടനാണെങ്കിൽ ഇഷ്ടമല്ല. എന്തിനാ തേങ്ങ ഇടുന്ന എല്ലാത്തിലൊന്ന് ചോദിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ബേട്ടൻ ഇവിടെ ഇല്ല. ലക്ഷുവിനും ഇഷ്ടമാണ്. ലക്ഷു ഇങ്ങനെ ആക്കുമ്പോൾ കഴിക്കാറുമുണ്ട്. അപ്പം കുറച്ച് തേങ്ങയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കടുകും വറ്റൽമുളകും പൊട്ടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നമ്മളെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ ചീരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ വേവ് കുറച്ചുള്ളതുകൊണ്ടേ ഒരുമിച്ച് തന്നെ കിടന്ന് വെന്തോട്ടെ. നമ്മളത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് അപ്പോൾ ഒന്ന് കുറച്ചൊരു പകുതിയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഒക്കെ ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കണം. വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ ആവിയും കൂടി തട്ടിയിട്ടുള്ള ഒരു വേവുണ്ടല്ലോ, അത്ര ആയാൽ മതി. ഒരുപാട് വേവൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരിയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കുട്ടി ദക്ഷുവിന് ചോറ് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ദക്ഷു 1-2 പ്രാവശ്യം ഉണർന്നു കേട്ടോ. ഉണർന്ന് വീണ്ടും ഉറക്കി അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ അവന് ചോറ് കൊടുക്കട്ടെ.